ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നേന്ത്രപ്പഴം വീട്ടിലുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ലൊരു ഈവനിങ് സ്നാക്കാണ്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിനായിട്ട് ആദ്യം നമുക്ക് ശർക്കര ഒന്ന് മെൽറ്റാക്കി എടുക്കണം. അപ്പോൾ ഞാനിവിടെ 4 അച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം 200 ഗ്രാമോളം വരും. ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചെടുത്തിട്ട് ശർക്കര ഒന്ന് മെൽറ്റാക്കി എടുക്കാം. അപ്പോൾ ആ ശർക്കരയൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതൊന്ന് തണുത്ത് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് നെയ്യ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് തേങ്ങ കൊത്തിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കണം. ഇതിൻ്റെ കളറൊന്ന് ചെറുതായിട്ട് മാറിക്കിട്ടോളം വറുത്തെടുക്കാം. അപ്പോൾ അതാ ഇതിൻ്റെ കളറൊക്കെ ചെറുതായിട്ട് മാറി കിട്ടിയിട്ടുണ്ട്. നമുക്ക് കോരി മാറ്റാം. ഇനി ഈ നെയ്യിലേക്ക് തന്നെ 2 നേന്ത്രപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ടെടുക്കാം. അപ്പോൾ അതാ ഞാനിവിടെ 2 നേന്ത്രപ്പഴം ഇതേ രീതിയിൽ കട്ട് ചെയ്തെടുത്തതാണ്. അതിലേക്ക് ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഒന്ന് ഉടച്ച് കൊടുക്കണം. ഇതേ രീതിയിൽ ചെറുതായിട്ടൊന്ന് ഉടച്ച് കൊടുക്കാം. അപ്പോൾ അതാ നല്ലപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇത് മാറ്റി വെക്കാം. ഇനി നമുക്ക് പാത്രത്തിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇട്ടെടുക്കുന്നത്. ഇതിലേക്ക് 1/4 കപ്പ് റവയും കൂടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ശർക്കര പാനി ചൂടാറിയിട്ടുണ്ട്. ചെറിയ ചൂട് വന്നാലും കുഴപ്പമൊന്നുമില്ല. അത് മുഴുവനായിട്ടും ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. ഇനി കട്ടയൊന്നും ഇല്ലാതെ നല്ലപോലെ മിക്സാക്കി എടുക്കണം. അപ്പോൾ ഇതാ നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനുള്ള റവയൊക്കെ ഒന്ന് സോക്കായി കിട്ടണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കണം. അപ്പോൾ ഇതിലുള്ള റവയൊക്കെ ഒന്ന് സോക്ക് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് നേരം അടച്ച് വെക്കാം. ഇനി 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഈ ബാറ്റർ ഒന്ന് ടൈറ്റായി വന്നിട്ടുണ്ട്. റവയൊക്കെ നല്ലോണം സോക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്ത് പകുതി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പകുതി ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഡെക്കറേഷൻ ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇനി മാറ്റി വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലപോലെ മിക്സാക്കി എടുക്കണം. അപ്പോൾ അത് നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു നുള്ളു ബേക്കിംഗ് സോഡ ഒരു ഗ്ലാസ്സിലെടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടൊന്ന് കലക്കി എടുത്തതാണ്. അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒന്നുകൂടി മിക്സാക്കി എടുക്കുക. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഇനി ബാറ്റർ ഒഴിച്ചെടുക്കാനായിട്ട് ഇതേപോലെ 4 ചെറിയ പാത്രങ്ങളാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ആദ്യം ഈ പാത്രം ഒന്ന് നെയ്യോ ഓയിലോ കൊണ്ടൊന്ന് ഗ്രീസ് ചെയ്തെടുക്കണം. അപ്പോൾ പാത്രമൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ബാറ്റർ ഒഴിച്ചെടുക്കാം. ബാറ്റർ മുഴുവനായിട്ടും ഒഴിച്ചെടുക്കണ്ട, ഇത് ചെറുതായിട്ടൊന്നും പൊങ്ങി വരും. അപ്പോൾ ഒരു 3/4 ഭാഗത്തോളം മാത്രം ഒഴിച്ചെടുത്താൽ മതി. ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അടിയിലേക്ക് ഇറങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയ രീതിയിൽ ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് തേങ്ങ കൊത്തിട്ടെടുക്കാം. ഇത് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഇഡ്ഡലി ചെമ്പിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് ഇതേപോലെ തട്ടി വെച്ചെടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് ഓരോ പാത്രവും ഇറക്കി വെച്ചെടുക്കാം. ഇത് അടച്ച് വെക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 20 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. 20 മിനിറ്റ് കഴിയുന്നതിന് ശേഷം തുറന്ന് നോക്കുമ്പോഴേക്കും നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ടാവും. നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ബാറ്റർ ഒരു ഗ്ലാസ്സിലായിട്ട് ഒഴിച്ചെടുക്കാം. ഇതേപോലെ ചെറിയ ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഇതിൻ്റെ പകുതി ഭാഗം ഒഴിച്ചെടുക്കുകയാണ്. ഇത് പൊങ്ങി വരുന്നതുകൊണ്ട് മുഴുവനായിട്ടും ഒഴിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇഡ്ഡലി ചെമ്പിലേക്ക് ഇറക്കി വെക്കാം. അപ്പോഴേക്കും ഇത് നല്ലോണം ചൂടാറി വന്നിട്ടുണ്ട്. ഇത് പാത്രത്തിൽ നിന്നും പെട്ടെന്ന് തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് സൈഡൊന്നും ഇങ്ങനെ അടർത്തി കൊടുക്കാം. ചെറുതായിട്ടൊന്ന് കൊട്ടി കൊടുത്താൽ മതി, പെട്ടെന്ന് തന്നെ കിട്ടിക്കോളും. ഇനി ബാക്കിയുള്ളതും ഇതേപോലെ പുറത്തെടുക്കാം. അപ്പോൾ മുഴുവനായിട്ടും പുറത്തെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്